എൻ്റെ നിത്യജീവനത്തിലൂടെ ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായി പദവിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷമാണ് നമ്മൾ ഭാവിച്ചാൽ മീറ്റിംഗ് വീട്ടിലെ ഭവനത്തിലെ പ്രാർത്ഥനയ്ക്ക് സൂക്ഷിക്കുവാൻ ദൈവം അവസരം തന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രിയ പെണ്ണമ്മച്ചി എന്നെ വീട്ടിലോട്ട് വിളിച്ചൊരു കാര്യം പറഞ്ഞു, മോനെ ഇനി മുതൽ പ്രസംഗിക്കുന്നത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിക്കണം. പ്രൈസലോട് എന്നോട് പറഞ്ഞു. പല കാര്യം നിങ്ങൾ സംസാരിച്ചു. ആത്മീയമായി ഉറപ്പിക്കുവാൻ ഒരു വാക്ക് മതി. പ്രൈസലോട് ആത്മീയമായി ഉറപ്പിക്കുവാൻ ഒറ്റ വാക്ക് മതി, അഭിഷേകത്തിൻ്റെ ഒറ്റ വാക്ക് മതി. എന്നാൽ കഴിഞ്ഞൊരു വർഷം ഞാൻ പറയട്ടെ, ശുശ്രൂഷയ്ക്ക് പോയത് 3 അടുത്ത കാരണം പോകാൻ മനസ്സ് വന്നില്ല. കാരണം വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പല കാര്യങ്ങൾ ഇങ്ങനെ മർമ്മമായി പ്രസ്താവിച്ചു കൊണ്ടിരുന്നു. സത്യമായിട്ട് ഞാൻ പറയുക, പല പ്രതികൂലങ്ങളോ കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു പോയൊക്കെ ഇരിക്കും, നമ്മളെ ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ നടന്നതായ സമയത്ത് ആമേൻ വചനത്തിന് മുമ്പാകെ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടു. ആമേൻ ഇന്ന് കാണുന്ന സകലവും, അതായത് ആ ചിന്താമണ്ഡലങ്ങൾ മാറിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കാനിടയായി. അതനുസരിച്ച് ആമേൻ വചനം പഠിക്കുവാൻ സ്വയമായി തന്നെ ഇരുന്ന് എനിക്കൊരു ബുക്ക് നിറച്ച് ചിലതൊക്കെ എഴുതി കൂട്ടുവാൻ. കാരണം ഈ പലപ്പോഴും റെഫറൻസ് പലപ്പോഴും ഓർക്കാത്തതുകൊണ്ട് ഞാൻ അതെല്ലാം എഴുതിയിടാൻ കൊണ്ട് തയ്യാറായി. അങ്ങനെ പലയിടങ്ങളിൽ ഏകദേശം കഴിഞ്ഞ മൊത്തത്തിൽ ഇപ്പോൾ പറഞ്ഞാൽ ഏകദേശം 11ഓളം രാജ്യങ്ങളിൽ ദൈവം ശുശ്രൂഷയ്ക്കായി ദൈവം അയച്ചു. ദൈവത്തിൻ്റെ കരുണയ്ക്കായി കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഇനി ചെന്നാൽ ഉടനെ ജോർദാൻ, ഈജിപ്റ്റ്, ഇസ്രയേൽ 3 രാജ്യങ്ങൾ കൂടി കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ കടന്നു പോകുന്ന സ്ഥലങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപയും മഹത്വം അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവൻ കൂടുതലായി എന്നെ പരിചയപ്പെടുത്തി സമയം കളയുന്നതിന് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളുടെ മുമ്പിലുള്ളൂ. എനിക്ക് പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ അവൻ ജനത്തെ വിടുവിപ്പാൻ അവന് കരുണ തോന്നി. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ആ പോഷത്വത്തെ ഞാൻ ആശ്രയിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷ്യമൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. യാതൊരു യോഗ്യതയും ഇല്ല ഇത് പിടിച്ചുകൊണ്ട് നടക്കുവാൻ. എന്നാൽ ഇത് മോശ എന്തുകൊണ്ട് മോശയ്ക്ക് കിട്ടിയതായ ജ്ഞാനം, മോശയ്ക്ക് കിട്ടിയത് എഴുതി കൊടുത്തത് അവൻ കൽപ്പലകയിലാണ് എഴുതി കൊടുത്തത് കൊണ്ട് അവനെ തറയിലിട്ട് ഉടച്ചു കളഞ്ഞു. എന്നാൽ എനിക്ക് നിനക്ക് ഉടച്ചു കളയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം കൽപ്പലകയിലല്ല നമുക്ക് എഴുതി തന്നത്, വചനം നമ്മുടെ ഹൃദയത്തിലാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. ഹൃദയത്തിൻ്റെ മാംസപലകയിൽ വചനമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി അപ്രകാരമുള്ളവർ വചനം റിസീവ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി നിങ്ങളുടെ പേരിൽ ഇറങ്ങി വരും. അല്ല, അത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. 2 വിധത്തിലുള്ള ശുശ്രൂഷകളുണ്ട്. ഒന്ന് ഒന്നാമതായി ആശ്വാസത്തിൻ്റെതായ ഒരു വചനമുണ്ട്. 2 ജീവൻ നൽകുന്നതായ വചനമുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മാവ് ആശ്വാസത്തിനുള്ള വചനമാണെങ്കിൽ അത് നമുക്കുള്ളതാണെന്ന് വിചാരിക്കരുത്. നമുക്കുള്ളതല്ല, അത് ജാതികൾക്കും മറ്റുള്ളവർക്കും ഉള്ളതാ. കാരണം ഇനി നമുക്കൊരു ആശ്വാസമല്ല വേണ്ടുന്നത്, ഇനി നമുക്കൊരു ജീവനാണ് വേണ്ടത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായി തരുവാനും അത്രേ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് രാത്രികാലം ഇന്ന് വരെ ചത്തിരുന്ന ചിലതിനെ കർത്താവ് ജീവൻ പകർത്തി എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന അറിയിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പലരുമനോട് ക്ഷമിക്കണം. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകുകയാണ്. ഈ വചനത്തിനില്ലാത്ത ഒന്നുപോലും ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും തർക്ക വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമോ അല്ലാതെ 27-ാം തീയതി വരെ ഞാൻ ഇവിടെ ഉണ്ട്. ഏത് സമയത്തും ഫോൺ ചെയ്യുക, അല്ലാതെ വിളിച്ചാൽ അത് ക്ലാരിഫൈ ചെയ്ത് തന്നിരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ പകരാത്രിക്കാരുടെ ശുശ്രൂഷയ്ക്കായി ഏവരും ഒരു നിമിഷം കൂടെ തലകളെ ഒത്തി പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് രാത്രിയിൽ ചത്തത് ജീവൻ പ്രാപിക്കുവാൻ ഒരു പുതുക്കത്തിന്റെ ദിവസമാക്കി കർത്താവ് മാറ്റണമേ. ദൈവകൃപ കൊണ്ട് ജനത്തെ നിറയ്ക്കണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം ജനത്തെ അനുഗ്രഹിക്കണമേ. എല്ലാവരും നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. അതിനപ്പുറമായി ഈ വചനം എന്താണെന്നും ക്രിസ്തു ആരാണെന്നും ആ ക്രിസ്തു എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നുവെന്നും എന്തെടുത്തു മാറ്റിയെന്നും എന്ത് തന്നുവെന്നും കർത്താവേ ജനം അറിഞ്ഞ ഇന്ന് രാത്രികാലം 24 മണിക്കൂർ അങ്ങേ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ അവിടുന്ന് കൊടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവവചനം പഠിക്കുമ്പോൾ ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു PhD ബുദ്ധിയുടെ ആവശ്യമില്ല. ഒരു MBA, ഞാൻ MBA കാരനാണ്, എന്നാൽ MBA ബുദ്ധി ഇതിന് വർക്ക് ആകത്തില്ല. ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ലോകപ്രകാരമുള്ള ഒരു ക്വാളിഫിക്കേഷൻ, ഈവൻ BTH പോലും ഈ വചനത്തെ നിങ്ങൾക്ക് തുടർന്നു തരുവാൻ സാധിക്കുകയില്ല എന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് മനസ്സിലാകണമെങ്കിൽ ഒറ്റ ബുദ്ധി മതി. അത് മുക്കുവന്റെ ബുദ്ധിയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. മുക്കുവനുള്ള പ്രത്യേകത എന്താണ്? ഒന്നാമത് ഇത് മുഖപുരയാണ് കേട്ടോ. ഇതിനകത്തോട്ട് കേറാൻ പറ്റുന്നുള്ളൂ. സമയമുണ്ട്, ഇത് തീർക്കും. അല്ലെങ്കിൽ അടുത്ത ദിവസം എപ്പോഴെങ്കിലും സമയം കിട്ടുന്നെങ്കിൽ ഞാൻ തീർക്കും. ദൈവത്തെ സ്തുതിക്കുന്നു. എന്താണ് മുക്കുവന്റെ പ്രത്യേകത? മുക്കുവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ ഓരോ അറ്റങ്ങളും കോണുകളും അവന് മനസ്സിലാകും. അവൻ ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നതായ സമയത്ത് ഓരോരോ സമയം
സമയങ്ങളിൽ അവൻ സ്ഥലത്ത് ചില ചലനങ്ങൾ കാണുമ്പോൾ അവന് മനസ്സിലാകും, യെസ്, ഇവിടെ ബോട്ട് അടുപ്പിക്കണം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, ഇവിടെ എന്തൊക്കെയോ സംതിങ് റിട്ടേൺ ചെയ്യും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം നിന്റെ കയ്യിലോട്ട് തരുമ്പോൾ ഈ ഇതിനകത്തൂടെ കടന്നു പോകുമ്പോൾ, ഒരു മുക്കുവന്റെ ബുദ്ധിയിൽ നീ കടന്നു പോകുമ്പോൾ, ഇതിനകത്തൂടെ കടന്നു പോകുമ്പോൾ ചിലയിടത്ത് ചില ചെറിയ അനക്കങ്ങൾ നിനക്ക് ദർശിക്കുക. ഈ അനക്കങ്ങൾ നീ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും രണ്ടാമത് അത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ചിലത് പൊങ്ങി വരും. ആ പൊങ്ങി വരുന്നത് ദൈവത്തിന്റെ മർമ്മമായിരിക്കും. ആ മർമ്മം ചിലതിനെ രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കും. അത് നിന്നെ ഉറപ്പിക്കുന്നതായിരിക്കും. ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിച്ച് അവൻ ഡോക്ടറേറ്റ് കിട്ടിയ ഒത്തിരി പേര് എനിക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ മർമ്മം എന്തെന്ന് അറിയത്തില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് വെളിപ്പെടണമെങ്കിൽ മുക്കുവനായിട്ട് വരണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ദൈവമക്കൾ പ്രതികരിക്കണം. എന്മൂലം ജീവിക്കും. ഞാൻ ആരാ? ഞാൻ ക്രിസ്തുവാ. ക്രിസ്തുവാരാ? വചനമാ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. എന്നെ തിന്നുന്നവർ എന്മൂലം ജീവിക്കും. ഇത് ഭക്ഷിക്കാതെ ഇരുന്നിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിശുവാണ്. അതുകൊണ്ട് വചനം പറഞ്ഞിരിക്കുന്നത്, നാളും സമയവും നോക്കിയ ഉപദേഷ്ടാക്കന്മാരാകേണ്ട കാലം കഴിഞ്ഞ് ഇപ്പോഴും കൈയും കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൃപയാൽ കഴിഞ്ഞ 10 വർഷമായി ദൈവത്തെ അറിയുവാൻ, അവൻ വിശ്വാസ സ്നാനമേറ്റുവാൻ, വിശ്വാസം ഉറയ്ക്കുവാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ തിരഞ്ഞെടുത്ത കൃപകൾക്കായി, അവന്റെ ദയക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു യോഗ്യതയും വേണ്ട. മുക്കുവന്റെ ബുദ്ധിയും ധരിച്ചാൽ മതി. എന്താ പ്രത്യേകത? അടുത്ത ബുദ്ധി കഷ്ടപ്പെടണം കേട്ടോ. എന്തെങ്കിലും കിട്ടുമ്പോൾ മുങ്ങി തപ്പാതെ ഒന്നും കിട്ടത്തില്ല. അസുഖം വരുമ്പോഴേ നേരെ ഹല്ലേലൂയ, ഉടനെ ഒരു കോള്, ആ പാസ്റ്റർ എനിക്ക് തലയുടെ അറ്റത്ത് ഭയങ്കര വേദനയാ, നീ വേദനയും വെച്ചോണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം പറയുന്നു, ലേഖനങ്ങൾ, ഉൽപ്പത്തി പുസ്തകം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, വെളിപ്പാട് പുസ്തകം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പഠിച്ചോ. പക്ഷെ എനിക്കും നിനക്കുമുള്ളത് അപ്പോസ്തലനായ പൗലോസ് അവൻ തന്റെ ലേഖനങ്ങളിൽ കൂടെ വിശദീകരിച്ചിരിക്കുകയാണ്. ആരെയും ദൈവത്തെ സ്തുതിക്കുന്നത്. റോമർ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂലൈയിൽ കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ അവൻ ഒത്തിരി പേരുടെ ചോരയിൽ വിയർപ്പ് അതിന്റെ മധ്യത്തിലുണ്ട്. അത് മറന്നു പോകരുത്. ഇതിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് തന്നിരിക്കുക. ഇത് അടച്ചു വെച്ചിരിക്കുക. ദൈവത്തെ സ്തുതിക്കുക. ഇത് തുറന്നാലും ഹല്ലേലൂയ, അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിക്കാതിരുന്ന ഇതിന്റെ മർമ്മങ്ങളെ പിടികിട്ടത്തിന് ദൈവത്തെ സ്തുതിക്കുകയാ. അവൻ സമുദ്രത്തിന്റെ ഏതറ്റം വരെ പോകണമെങ്കിലും പോകണം. ഇതിനകത്ത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അറിയാവുന്ന മുക്കുവനോട് ചോദിക്കണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മുക്കുവന്മാരും അവൻ എല്ലാ ആശാന്മാരാണെന്ന് കരുതരുത്. വചനത്തിനകത്ത് ഏടുകൾ തപ്പിയെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഒത്തിരി കാര്യങ്ങളുണ്ട്. പണപ്പം തല്ലി പോയി താമി പറഞ്ഞുകൊണ്ട് നിന്നാൽ നിൽക്കുന്നത് കാര്യം നടക്കത്തില്ല. പെട്ടെന്ന് ഞാൻ മാവൻ താപ്പോട്ട് നടക്കുകയാണ്. നമുക്കൊരു അത്ഭുതം കാണണ്ട. പ്രൈസ് ഗോഡ്. ദൈവപുത്രൻ ക്രിസ്തുവാണെന്ന് അറിയുവാൻ നമുക്കൊരു അത്ഭുതം കാണണ്ട. യേശു തന്റെ പരിശുദ്ധ ശുശ്രൂഷ വേളയിലൊക്കെ അവൻ, ഞാൻ പറയട്ടെ, 40 ദിവസം ഉപവസിച്ചപ്പോൾ അവൻ വിശന്നു. അവന് വിശന്നതിന് ശേഷം പൈശാചികൻ അവന്റെ അടുത്ത് വന്നു. ഇന്ന് വരത്തില്ല കേട്ടോ, കാരണം തിരസ്കരിക്കപ്പെട്ടു പോയി. അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, നിനക്ക് വിശക്കുന്നെങ്കിൽ ആ കല്ലിനോട് അപ്പമായി തീരാൻ. അതായത് ആ ഒരു കാര്യം കൊണ്ട് കേട്ടോ, അപ്പനെ കൂടെ വിളിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ അപ്പൻ ഇന്നാരാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം അവിടെ കർത്താവ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, സാധാരണ വിശ്വാസിയായിരുന്നെങ്കിൽ, ഒരു ജഡീയ മനുഷ്യനായിരുന്നു. അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഞാനായിരുന്നെങ്കിലും ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ചോദിച്ചത് ആരാന്ന് ഞാൻ വിചാരിക്കത്തില്ല, ചെയ്യേണ്ടത് ഞാൻ ചെയ്ത് കാണിച്ചേനെ. കാരണം മല മൊത്തം ഞാൻ അപ്പമാക്കിയേനെ. എടാ, ഒരു പീറ പിശാചിന്റെ മുമ്പിൽ മിറക്കിൾ കാണിച്ച്, അത്ഭുതം കാണിച്ച് ഞെളിയേണ്ട ഗതികൾ എന്റെ അപ്പന് വന്നിട്ടില്ല എന്ന. ഓ, പോരാ പോരാ പോരാ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു മിറക്കിൾ കാണില്ല. കാരണം അവനറിയാം ഞാനും എന്റെ പിതാവും ആരാണെന്ന്. ഞാൻ ആരാണെന്ന് അവൻ അറിയാം. എന്റെ പിശാച്, അവൻ കള്ളപ്പിശാച്, നിന്റെ കൂത്തൊന്നും എന്റെ അടുത്തെടുക്കണ്ട. പ്രൈസ് ഗോഡ്. വചനമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കൊരു അത്ഭുതം കാണണ്ട. ഒരു രോഗസൗഖ്യം കണ്ടിട്ട് വേണ്ട. ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെല്ലാം ആവശ്യം ആർക്കാണെന്ന് അറിയാമോ? പുതുതായി കടന്നു വരുന്ന വ്യക്തികൾക്ക് ഇത് ആവശ്യമാ. അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. അതൊരു യാതൊരു സംശയവുമില്ല. എന്നാൽ 5ഉം 10ഉം വർഷമായി, ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, നമ്മളെല്ലാം മെച്യൂരിറ്റി പ്രാപിച്ചവരാ. പ്രൈസ് ഗോഡ്. നമ്മുടെ പ്രായം എന്താണെന്നറിയാമോ? സ്നാനപ്പെട്ടതല്ല നിന്റെ പ്രായം. നീ സ്നാനപ്പെട്ട വർഷം എന്ന് പറഞ്ഞാൽ നിന്റെ 33 തിരുവയസ്സാ. സോറി, 30ാമത്തെ തിരുവയസ്സിലാ. പ്രൈസ് ഗോഡ്. 30 വയസ്സുള്ളവർ ശിശുക്കളല്ല എന്ന്
വചനം പറയുന്നതിന്റെ ആത്മാവിൻ ഞാൻ പറയട്ടെ ഒരു പാട്ട് നമ്മളിങ്ങനെ പാടും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടാനാ അധികമില്ലി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പാട്ട് പാടിയപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ്, പ്രൈസ് ഗോഡ്. കാരണം അതിനകത്തൊന്നും വരാനിട്ടല്ല. ഭക്തനായവൻ ശക്തിയോടെ അഭിഷേകത്തോടെ എഴുതിയ ഗാനം അതിനകത്തില്ല. എന്നാൽ അന്നുള്ളത് ഉള്ള ആ അറിവ് പോരാ ഇന്നത്തെ ജനത്തിലൂടെ ജീവിപ്പാൻ. ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്ത് വചനത്തോടെ ശക്തിയോടെ ജീവിപ്പാൻ. കാരണം നമുക്കൊരു പ്രതിഫലം വേണോ അമ്മച്ചി? പ്രതിഫലം വേണ്ടേ? നോ, നമുക്ക് അവകാശമാണ് വേണ്ടത്. കാരണം പ്രതിഫലം കൊടുക്കുന്ന ആർക്കെന്നറിയാമോ? എംപ്ലോയിക്ക് കൊടുക്കുന്നു. പറഞ്ഞാൽ വീട്ടിൽ ജോലിക്ക് വരുന്നവർക്ക് വീട്ടു ജോലി കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊടുക്കുന്ന ഒരു സമ്മാനം, ഞാൻ കൊടുക്കുന്ന ഒരു പ്രസന്റ് ആണ്. എന്താ അവകാശം? നമുക്ക് അവകാശം പ്രതിഫലം. നമുക്ക് പ്രതിഫലം വേണ്ട. അപ്പന്റെ അവകാശം അറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നും ക്രിസ്തുവിനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ജനങ്ങൾ പെന്തക്കോസ്ത് കോളത്തിലുമുണ്ട്, എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ക്രിസ്തുവിനെ തപ്പിക്കൊണ്ട് നടക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ശ്രേഷ്ഠനായ ദൈവദാസനെ കാണാനിടയായി. ആദ്യമായിട്ട് കണ്ടതാണ്. പ്രൈസ് ഗോഡ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ഭയങ്കരമായി വേദനിപ്പിച്ചു. പ്രൈസ് ഗോഡ്. ആരാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രൈസ്. കാരണം അവൻ നല്ല രീതിയിൽ അവൻ അധ്വാനിച്ചു. എന്നാൽ ചില മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല ഇപ്പോഴും. പ്രൈസ് ഗോഡ്. പറഞ്ഞത് എനിക്ക് വയ്യാതിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഉപവസിച്ചുകൊണ്ടിരിക്കുന്നു. രോഗം മാറും, ക്ഷീണം മാറുമ്പോൾ ഞാൻ കൺവെൻഷൻ നടത്തിക്കൊള്ളാമെന്ന്. എടാ, നീ കൺവെൻഷൻ നടത്തിയില്ലേ ദൈവസഭ വളരും. നിന്റെ രോഗം മാറ്റിയിട്ട് വേണ്ട കൺവെൻഷൻ നടത്തുവാൻ. ദൈവമൊക്കെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയത്തില്ല. എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കാൻ ഈ നാളുകൾ അറിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. സഭാ പേരുകൾ മാറ്റപ്പെടാൻ പോകുകയാണ്. ഒന്നാകാനുള്ള അനുഭവത്തിലേക്ക് ദൈവമക്കൾ തയ്യാറെടുത്തുകൊള്ളണം. ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? രോഗം മാറുന്നോ ക്ഷീണം മാറുവാനോ നിന്റെ കടഭാരം മാറ്റുവാനോ അല്ല എന്റെ യേശു ഇവിടെ കടന്നു വന്നതെന്ന് ഒന്നാമത് മനസ്സിലാക്കണം. നിന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി നിത്യതയ്ക്ക് അവകാശിയാക്കുവാനാണെന്ന് അവൻ ദൈവമക്കൾ അറിഞ്ഞുകൊള്ളണം. എവിടാ നിത്യത? അമ്മച്ചി, നിത്യത എവിടാ? സ്വർഗീയ നിത്യത എപ്പോഴാ വരുന്നത്? എന്നാ വരുന്നത്? ഒന്ന് പറഞ്ഞോട്ടെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. ഒരു തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, കളിയാക്കത്തില്ല. പ്രീസലോട് പലരും പറയും ഈ ലോകത്തെ കഷ്ടവും പ്രയാസവും ദുഃഖവും ഒക്കെ ആണെങ്കിലും ഞാനങ്ങ് ചെല്ലും. എവിടാ? സ്വർഗരാജ്യത്ത് നമ്മൾ കാണപ്പെടാത്തൊരു സ്ഥലത്ത് നമ്മൾ ചെല്ലും. അവിടെ ഞാൻ ഈ സ്വർഗം അനുഭവിക്കും. നീ ഒരു കാലത്തും അനുഭവിക്കാൻ പോകുന്നില്ല. ദൈവത്തെ സ്തുതിക്കുകയാണ്. കാര്യം നിത്യത വളർന്നു. സ്വാമി, നീ മരണശേഷം അല്ല കടന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും നീയും മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ. യേശു വന്നത് നിനക്ക് മരണം തരുവാനല്ല, ജീവൻ തരുവാനും സമൃദ്ധിയായി തരുവാനുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോ ഞാൻ ഇന്ന് കുറച്ച് വികാരഭരിതനായി തീരും. കാരണം ഇവിടെ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോ അവൻ രക്തം തിളച്ചു കയറുക. അവൻ ഇത് ജനത്തിന് മരണമായി വെളിപ്പെട്ട് വരട്ടെ. അവൻ ആ മലയിലുമല്ല ഈ മലയിലും അലയിക്കുന്നു. വചനം പറയുന്നു the crucified Christ in you is the hope of glory. അവൻ ക്രൂശിക്കപ്പെട്ടതായ ക്രിസ്തു, ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ ജീവിക്കുന്നുവെന്ന് നീ അറിയുന്നില്ലയോ? ഈ വചനം എല്ലാവർക്കും അറിയാവുന്ന റഫറൻസ് എടുക്കുന്നില്ല. വേണമെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ട് ഞാൻ എടുത്ത് കാണിക്കാം. കഴിഞ്ഞിട്ടില്ല കേട്ടോ. You are the temple of God. ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലയോ? പോരാ 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 പോരാ. അപ്പൊ സ്വർഗം വരാൻ പോകുന്നതാണോ? ആണോ? അല്ല, വന്ന് കഴിഞ്ഞു എന്ന് ദൈവമൊക്കെ വിശ്വസിക്കണം. പ്രൈസലോട്. നീ we are in eternal life എന്ന് നീ വിശ്വസിക്കണം. ഈ കാമിങ് പ്രൈസ് നാളെ എന്നെ വിളിച്ചാലും വിളിച്ചു കഴിഞ്ഞ് പറഞ്ഞിട്ട് ഹല്ലേലൂയ സ്വർഗരാജ്യം വരാൻ പോകുന്ന ഒന്നല്ല, അത് വന്നു കഴിഞ്ഞ ഒരു കാര്യമാ. കാര്യം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഇരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വചനത്തോടെ വിളിച്ചു പറയുകയാണ്. പോരാ. പ്രൈസ് ജീസസ്. അത് പോരാ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഫസ്റ്റ് ജോൺ 1 യോഹന്നാൻ 4:3-4 വാക്യങ്ങൾ എടുക്കാൻ പറ്റുന്ന. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:3-4 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ കുറേ ഒന്ന് വായിക്കാൻ. കാരണം വചനത്തിന്റെ റെഫറൻസോട് തന്നു പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആമേൻ. ആമേൻ. ഇപ്പോൾ തന്നെ ലോകത്തിലുള്ള നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. അതായത് നിന്നെ കാണുമ്പോ പിശാചി വിറച്ചുകൊണ്ട് ഓടുമ്പോൾ നിന്ന് തിരിച്ചാ ഒരു ഭൂതം 3 ദിവസം ഉപവാസം ഇരിക്കുക.
എന്റെ പൊന്നു കുഞ്ഞെ നിന്റെ വേറെ വാക്ക് എടുത്തത് കൊലോസി ലേഖനം 1 മുതൽ 1-ാം അധ്യായം 26-29 വാക്യം എടുത്താണ്. കൊലോസി ലേഖനം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. കൊലോസി ലേഖനം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. ശ്രദ്ധിക്കണമേ, നമ്മളെക്കാട്ട് ശ്രേഷ്ഠന്മാരായിരുന്നു പഴയ നിയമകാലത്തുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞാൽ അപ്പഴി കേൾക്കുന്നവരായിരുന്നു. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നില്ല. എങ്കിലും അവർക്ക് ചിലത് തമ്പുരാൻ മറച്ചു വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ രാത്രികാലം ആമേൻ, എനിക്ക് പാപികളായി എനിക്കും നിങ്ങൾക്കും വേണ്ടി ആമേൻ ഈ മർമ്മത്തെ സ്വർഗ്ഗം ഒന്ന് തുറക്കുകയാണ്. വചനം പറഞ്ഞു, മുട്ടുകയും തുറക്കപ്പെടുക, അന്വേഷിപ്പീൻ നീ കണ്ടെത്തും, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് പലരും ഭൗതിക വിഷയങ്ങളുമായി അങ്ങ് ചേർന്നില്ല. പ്രൈസ് ഗോഡ്. എന്റെ കുഞ്ഞെ, ഭൗതിക നന്മയ്ക്ക് വേണ്ടി നീ യാചിക്കേണ്ട, ആത്മീയ നന്മകൾക്ക് വേണ്ടി നീ യാചിക്കേണ്ട. ചിലർ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവേ നീ ഞങ്ങളെ ആത്മീയത്തിൽ പുഷ്ടിപ്പെടുത്തണമേ, നീ എന്നെ വാചനത്തിൽ പുഷ്ടിപ്പെടുത്തി. എന്റെ കുഞ്ഞു, ഇത് പ്രാർത്ഥിക്കേണ്ട വിഷയമല്ല, ഇത് അനുഭവിക്കേണ്ട വിഷയമാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഒരു കൊച്ചു കുഞ്ഞ് അവൻ വളർച്ച പ്രാപിക്കേണ്ടതിന് ആവശ്യമായ എല്ലാ ആഹാരവും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പന്റെ ആഗ്രഹവും ഇത് തന്നെ, എന്റെ കുഞ്ഞു വളരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒറ്റ കാര്യമുള്ളൂ കേട്ടോ, അപ്പൻ അതിനുവേണ്ടി കൊടുക്കുന്ന രാവിലെ കലക്കിയ ബൂസ്റ്റും ഉച്ചക്കത്തെ സാമ്പാർ കൂട്ടിയുള്ള ആഹാരവും വൈകിട്ടത്തെ ഇറച്ചി കൂട്ടിയുള്ള അത്താഴവും കഴിയുമ്പോൾ ഇവൻ ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നിരിക്കും. ഈ കൊച്ചു കഴിച്ചില്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിക്കാതെ എനിക്ക് എന്റെ കുഞ്ഞിന് ആരോഗ്യം വരണമെന്ന്, എനിക്ക് ആരോഗ്യം വരണമെന്ന് കുഞ്ഞു കിടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിന്റെ കയ്യിൽ അടിവരയിട്ട് തന്നിരിക്കുന്ന ഈ ജീവന്റെ വചനമുണ്ടല്ലോ, അത് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും രാത്രിയിലും ഒരു സമയക്ലിപ്പ് വെച്ച് വായിക്കുവാനോ ധ്യാനിക്കുവാനോ ഉള്ളതല്ല. നിന്റെ അത്യാവശ്യ ഘട്ടങ്ങളിൽ എടുത്തു വെച്ച് വായിക്കാനുള്ളതല്ല. ഭൂതം വരുമ്പോ അവൻ ചില സങ്കീർത്തനങ്ങൾ എടുക്കുന്നത് പോലെ 1000 വർഷം ഇപ്പുറം 15 വരെ ഇപ്പുറം വീഴുമെന്ന് പറയാതെ അവൻ ആദ്യം പോലുള്ള കാലം മുതലുള്ള മറന്നിരിക്കുന്ന മർമ്മം അവൻ തുറന്നു വെച്ചിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ എടുത്ത് വായിച്ചാൽ, അതൊന്ന് ധ്യാനിച്ചാൽ അവൻ സമുദ്രത്തിന്റെ ഓളങ്ങൾ ചിലപ്പോൾ ചിലർത്തൊക്കെ ചില പിടപ്പ് നടത്തും. ആ ഉടനെ പിടിച്ചാലുണ്ടല്ലോ, ഹല്ലേലൂയ, ആത്മാവിൽ വളർന്നിരിക്കും, ഭൗതികത്തിൽ നീ വളർന്നിരിക്കും. നിന്റെ എല്ലാ കാര്യങ്ങളെയും അവൻ ക്രമീകരിച്ചിരിക്കും. കാരണം നിന്നിൽ വസിക്കുന്നവൻ ആരാ? പ്രൈസ് ഗോഡ്. അവൻ ഇന്ത്യൻ പ്രസിഡന്റിനെക്കാട്ടിലും അമേരിക്കയിലെ ഒബാമയെക്കാട്ടിലും വലിയവനാണെന്ന് ആ ലോകത്തിലുള്ളവനെ കൊണ്ട് അവനെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വണ്ണം കർത്താവെന്തോ പറഞ്ഞത്, അവന്റെ വാഗ്ദത്തം എന്തുവാ? എന്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് പൊഴിച്ചു തരും. പ്രൈസ് ഗോഡ്. ഭക്ഷിക്കാതെ ആറുകുറ്റവാ. ഇനി മേലെ പ്രാർത്ഥനകളുടെ ശൈലി മാറട്ടെ. ദൈവജനത്തെ ദൈവം അടുത്ത ലെവലിലേക്ക് കടത്തുകയാണ്. ചില കൺഫ്യൂഷൻസ് വരുമെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് അടുത്ത ലെവലിലോട്ട് ഞാൻ പോവുകയാണ്. കൊലോസിയർ വായിച്ചട്ടെ. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു വെച്ചതിലൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം ഇവൻ മശിഹാണെന്ന് അറിഞ്ഞ കാത്തിരിക്കുന്ന യഹൂദന്മാർ ഇവനെ പൂശത്തിറക്കാൻ കുറച്ചൊന്നും മടിക്കും. കാരണം അവർ കാത്തിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇവന്റെ കൂടെ നടന്ന എല്ലാ കാര്യവും ഞാൻ പറയട്ടെ, ശ്രദ്ധിക്കണമേ. യേശു ആരുടെ കൂടെ നടന്നിട്ടും യേശു ആരെന്ന് അറിയാൻ വയ്യാത്ത ഒരു വലിയ ജനസമൂഹമാണ് ഉണ്ടായിരുന്നത്. എത്ര പേർക്കറിയാം യേശു ആരാണെന്ന്? യേശു ദൈവപുത്രനാണെന്ന് ആർക്കറിയായിരുന്നു? ജോസഫിനെ അറിയാം, മറിയക്കറിയാം, ചുരുക്കം ചില ശിഷ്യന്മാർക്കും അറിയാം. ബാക്കിയുള്ളവർ അമർച്ചയായി കർത്താവ് കൽപ്പിച്ചു, ഇത് ആരോടും പറയരുക. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇത് പറഞ്ഞ് വെളിപ്പെട്ട് കിട്ടിയാൽ, ഈ മർമ്മം വെളിപ്പെട്ട് കിട്ടിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു വലിയ പരിപാടി അവിടെ നടക്കത്തില്ല. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ മഹാകരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. We are the luckiest people in the world, not because of your money, not because of your health, not because of your tradition. നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ ക്വാളിഫിക്കേഷനോ നിന്റെ സ്റ്റഡി മിടുക്കോ നിന്റെ ജോലിയോ അല്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, അവന്റെ രക്തത്താൽ നീതിമാന്മാരായി തീർന്ന വിശ്വാസികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ കർത്താവ് അകത്തുണ്ടെന്ന്, അമ്മച്ചി അകത്തുണ്ടെന്ന, അകത്തുള്ളവനെ അറിയാതെ പുറത്തു പോയി അവിടെ ഇവിടെ നടക്കരുതെന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നീ സെൽഫ് സഫിഷ്യന്റ് ആണെന്ന് എന്റെ അർത്ഥം സ്വയം പര്യാപ്തതയിൽ നേടണമെന്നാണ്. എന്റെ ഉള്ളിൽ ക്രിസ്തു ആണെന്നുള്ള വിശ്വാസം മാത്രം പോരാ, ഇത് ആത്മാവിൽ ലയിപ്പിച്ച് രക്തത്തിൽ ലയിപ്പിച്ച് നിന്റെ വായിലൂടെ ജീവന്റെ നാളമായി വളർന്നു വരുന്നു കഴിയുമ്പോ നിന്റെ കുടുംബത്തിനകത്ത് നീ ഒരു ജ്വാലയായി മാറും. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന ഇടങ്ങളിൽ നീ തന്നെ ഒരു അനുഗ്രഹമായി തീരും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹത്തിലൂടെ
മുന്നോട്ട് പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൽ തനിയെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അബ്രഹാമിന്റെ നന്മകൾ ഉണ്ടായിരുന്നു. താഴെ ഇങ്ങോട്ട് പഴയ നിയമത്തിൽ ഒത്തിരി നന്മകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊന്നും പഴയ നിയമത്തിലെ നന്മകൾ തനിയെ വർക്ക് ചെയ്യത്തില്ലെന്ന്. പുതിയ നിയമത്തിന്റെ പുത്തൻ ഉടമ്പടി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തിനു വേണ്ടി പഴയ നിയമം കൂടെ അവൻ തുറന്നു കൊടുക്കുകയാണ്. ആരും പഴയ നിയമത്തെ തന്നെ പ്രാർത്ഥിക്കൽ. കാരണം ഈ അറിവ്, ഈ ജ്ഞാനം, ഈ ക്രിസ്തുവിന്റെ നോളജ് ഉള്ളിൽ തിങ്ങി നിറയുമ്പോ നിന്നെ പഴയ നിയമത്തിലേക്ക് അവൻ കടത്തിവിടും. അപ്പോൾ സങ്കീർത്തന ഭാഗം എടുക്കും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴികളിൽ നിൽക്കാതെ താപ്പോട്ട് വരുമ്പോ കാണും എന്താ അവൻ നീ ചെയ്യുന്നതെല്ലാം സാധിക്കും. Nothing is impossible for you. Praise God. ഇത് പഴയ നിയമ വിശ്വാസിക്ക് മനസ്സിലാകത്തില്ല. മറ്റൊരു മതവിഭാഗങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാനും നീയും തോടുന്നതെല്ലാം പൊന്നായി തീരുമെന്ന മനസ്സിലാകുന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. കാരണം അഭിഷേകം എന്ന് പറയുന്നത് പുറത്തു നിന്ന് എന്തോത്തിനെ ഒന്ന് പിടിച്ചു വരുത്തി അകത്തോട്ടിടുന്ന ഒന്നല്ല. പ്രത്യുത അകത്തിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നീ മനസ്സിലാക്കിയിട്ട് ഈ പുറത്തോട്ട് അതിന്റെ ആത്മീയ സാന്നിധ്യം പുറത്തേക്ക് വരുന്നത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പറയുന്നത് കൈ ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise God. ഞാനും നീ കൈയടിച്ചിട്ട് വേണോ ദൈവത്തിന് വലിയവനാണെന്ന് അറിയുവാൻ? Praise God. ഞാനും നീ ഉച്ചത്തിൽ അവൻ ആർപ്പിട്ടിട്ട് വേണോ ദൈവം പുകഴുവാൻ? ദൈവം പുകഴ്ചയ്ക്ക് യോഗ്യനാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. നിന്റെയും എന്റെയും കയ്യടിയിൽ മാത്രമല്ല അവന്റെ പ്രസാദം, അതിൽ യാതൊരു പ്രസാദവുമില്ല എന്നതിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ഈ നോളജ് ഇതിന്റെ ആത്മാവിൽ കറന്ന് അത് അന്യഭാഷയും കയ്യടിയുമായി പുറത്തു വരുമ്പോ അവിടെ ദൈവരാജ്യം ഇറങ്ങി വന്നിരിക്കും. അർത്ഥമാനമാണ് ശന്തന രുടല അർത്ഥ പ്രമുഖന വൈഡ രക്ഷ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിമേൽ നീ ഇന്ന് മനസ്സിലാക്കിയിട്ട് ക്രിസ്തു ആ മലയിലുമല്ല, ഈ മലയിലുമല്ല, ആ പള്ളിയിലുമല്ല, ഈ പള്ളിയിലുമല്ല, ആ ദൈവദാസന്റെ അടുത്തുമല്ല, അവൻ ഈ ദൈവദാസന്റെ അടുത്തുമല്ല. ഹല്ലേലൂയ. അവൻ യഹൂദനെന്നും യവനെന്നുമില്ല. അവനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ അറിയുന്നതാ എന്റെ മക്കളാ. ഭേദത്താലുള്ള ആച്ഛാദനമില്ല എന്നത് ദൈവത്തിന്. നമ്മളൊക്കെ കാണുന്ന രൂപമുണ്ടല്ലോ മനസ്സിനകത്ത്, അത് ഭാവമാണെന്ന്. പ്രൈസ് ഗോഡ്. ചുമ്മാ പറയില്ല, വികാരങ്ങളില്ല എന്ന്. ദൈവം വചനവും ആത്മാവുമാണെന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി ചില ആത്മാക്കൾ കൊതിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി രാത്രിക്കാലം ദൈവം വാതിലെ തുറക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഗതിഭേദത്താലുള്ള ആച്ഛാദനം എന്ന് പറഞ്ഞാൽ നിനക്കൊരു മരണം വന്നാൽ, നിനക്കൊരു കഷ്ടത വന്നാൽ, നിനക്കൊരു പ്രതികൂലം വന്നാൽ അതിന്റെ അടുത്ത് വന്ന് മോനെ എന്നവരോട് കരഞ്ഞുകൊണ്ടിരിക്കത്തില്ലെന്ന മനസ്സിലായില്ല. വേദഭാഷാണ്ടി ഒന്നും അല്ല കേട്ടോ, വേദവീര്യൊന്നും പറയുകയില്ല. ഉത്തമ ബോധ്യം പറയുന്നതിനുള്ളതുകൊണ്ട് ഞാൻ പറയുക. കർത്താവിനോട് വികാര പ്രകടനമില്ല. കർത്താവിനോട് എന്താണെന്നറിയാമോ? സ്വഭാവമാണ്. കരുണയാവന്റെ സ്വഭാവമാണ്. കൃപയാവന്റെ സ്വഭാവമാണ്. രോഗസൗഖ്യം അവന്റെ ദാനവും അവന്റെ സ്വഭാവത്തിന്റെ ഭാവവുമാണ്. കരുണയാവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. വികാര പ്രകടനങ്ങൾ നടത്തി ദൈവത്തെ സന്തോഷിപ്പിക്കാമെന്ന് ആരെങ്കിലും മിഥ്യാധാരണയുമായി ഇരിക്കുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നുകുഞ്ഞെ മാറ്റി വെച്ചിട്ട് വചനത്തിന് മുമ്പ് കീഴ്പ്പെട്. ദൈവത്തിന്റെ കൃപ നിന്റെ വെച്ചൊരുങ്ങിയിരിക്കോ. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല പല സഭകളിൽ, ഇവിടെയാണെന്ന് ഞാൻ പറയത്തില്ല. ഇന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് മുമ്പായി ചിലരൊക്കെ വിടുതൽ പ്രാപിച്ചിരിക്കും. വാട്ട് ഈസ് ദിസ്? എന്താ ഇത്? അവകാശി സകലത്തിനും ഉടമയാണെങ്കിലും ആ വാക്യം പറഞ്ഞേ, ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനെ കാട്ടിൽ ഒട്ടും വിശേഷതയുള്ളവൻ അല്ലേ അല്ല. കാരണം വീട്ടിൽ ജോലിക്ക് വരുന്നവനും എന്റെ മോനും തമ്മിൽ യാതൊരു ബന്ധമോ യാതൊരു വ്യത്യാസവും ഇല്ലെന്ന്. കാരണം മറ്റൊരു കൂലി കൊടുക്കുന്നു, ഇവന് ആഹാരം കൊടുക്കുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. എന്റെ കുഞ്ഞിനോട് ചോദിച്ചാൽ അവൻ പറയും എന്റെ അപ്പൻ ഇന്നാരാണ്, പേര് പറയും, ജോലി പറയും, ഏറ്റം പോയാ ഈ സ്പാമിനകത്ത് കാര്യം ആഹാരം ഇത്ര കൊണ്ടുതരും. എനിക്ക് രോഗം വരുമ്പോൾ ആശുപത്രി കൊണ്ടുപോകാതെ നമ്മൾ രോഗം വരുമ്പോൾ എന്നെ സൗഖ്യമാക്കും, പിന്നെ ഞാൻ രോഗിയാകും, പിന്നെ എന്നെ സൗഖ്യമാക്കും. ഇങ്ങനെ ശിശുവായിരുന്ന മാത്രം പോരാന്ന് കർത്താവ് പറഞ്ഞത്. നമ്മളെ ചേർക്കാൻ എന്തിനാ വരുന്നത്? മണവാട്ടി സഭയെ ചേർക്കാൻ കർത്താവ് വരുന്നത്. വള്ളി നിക്കൽ വിട്ട് വണ്ടി ഓടിച്ച് നടക്കുന്നവനെ ചേർക്കാനല്ലെന്ന്. ഓ മനസ്സിലായി? എനിക്കറിയത്തില്ല. ദൈവമക്കൾ ഇതിനോട് പ്രതികരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കല്യാണം കഴിക്കുവാനെ കൊണ്ട് നമുക്ക് വേണ്ടി ആലോചന വന്നപ്പോ പോയി കാണുന്ന പോകാം. കൊച്ച് മുമ്പോട്ടിറങ്ങി വരുമ്പോൾ ചായക്ക് പകരം ഒരു ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് വരുമായിരുന്നെങ്കിൽ കെട്ടുവോ?
സീരിയസ് ആയിരിക്കണേ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വചനം തന്നിരിക്കുന്നുവെങ്കിൽ അടുത്ത ലെവലിലേക്ക് കയറാതെ ഉഴപ്പന്മാരും മടിയന്മാരുമായിട്ടിരുന്ന് ഇതിനകത്തെ ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലാകാതെ തെക്കോട്ട് നോക്കി വടക്കോട്ട് നോക്കി എനിക്ക് കഷ്ടമാണ്, എനിക്ക് കടഭാരമാണ്, എനിക്ക് രോഗമാണ്, എനിക്ക് പ്രതികൂലമാണ് എന്ന് പറഞ്ഞ് അയ്യം വിളിച്ചുകൊണ്ടിരിക്കുന്നവരെ നോക്കി ഇന്ന് പകൽക്കാലം ദൈവം രാത്രികാലം എന്റെ കർത്താവ് രക്ഷിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനു വേണ്ടി കർത്താവ് ക്രൂശിന്മേൽ കയറി? ദൈവരാജ്യം നിങ്ങളെ വേണ്ടി സ്ഥാപിതമാക്കുവാൻ, ദൈവത്തെ നിന്റെ ഉള്ളിൽ തരുവാൻ, ദൈവത്തെ നിന്റെ ഭാഗമാക്കി മാറ്റുവാൻ. ചിലർ പറയും എന്റെ ഹൃദയത്തിനകത്ത് ഈ ക്രിസ്തു ഉണ്ട് എന്ന്. നോ, നിന്റെ ഹൃദയത്തിന് മാത്രമേ പ്രൊട്ടക്ഷൻ ലഭിക്കത്തുള്ളൂ. നിന്റെ ഹൃദയം കർത്താവ് എവിടെ ഇരിക്കുന്നു? ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെയല്ല, നഖത്തിന്റെ വാക്യം വരെ ദൈവത്തിന്റെ സാന്നിധ്യമല്ല, ദൈവം നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉച്ചി മുതൽ ഈ മുടിയുടെ അറ്റം മുതൽ നഖം വരെ ദൈവത്തിന്റെ സാന്നിധ്യമല്ല. സാന്നിധ്യം അല്ലെങ്കിൽ സാന്നിധ്യം കൊടുക്കുന്നുണ്ടോ? ചോദിക്കുന്നവരെ ആരെയും കർത്താവ് വേദനപ്പെടുത്താറില്ല. യാചിച്ചോ, നിങ്ങൾക്ക് കിട്ടും. എന്റെ പൊന്നു കുഞ്ഞെ, യാചിച്ച് കിട്ടാനുള്ളതല്ല, നമുക്ക് പിടിച്ചു മേടിക്കാനുള്ളതല്ല. ഇത് നിനക്ക് തരാൻ വേണ്ടി ഇങ്ങനെ ഉവാമിപ്പാമിൽ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. കൈ കെട്ടി മേടിച്ചാൽ മതി. ഓ, മനസ്സിലാകുന്നവർ ദൈവത്തെ സൂക്ഷിച്ചോണം. അകത്തോടെ സാധനം കയറുന്നെങ്കിൽ സൂക്ഷിച്ചോണം. ഇനി മേലെ കഷ്ടമാണ്, പ്രയാസമാണ്, രോഗമാണ് പറയാതെ അവൻ വചനത്തിനകത്ത് എന്ത് മർമ്മം എഴുതി വെച്ചിരിക്കുന്നു ആ പറയണം. യേശുവിന്റെ രക്ഷകൻ മാത്രമല്ല, അവൻ എനിക്ക് വേണ്ടി മരിച്ചവൻ മാത്രമല്ല, അവൻ എനിക്ക് വേണ്ടി ഉയർത്തവൻ മാത്രമല്ല. ഇന്ന് ഈ പകൽക്കാലം അല്ല, അവൻ ഞാൻ രക്ഷിക്കപ്പെട്ട ഇത്രയും നാൾ അല്ല, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നിന്നെ ആദ്യം വിളിച്ചിറക്കി അവന്റെ വിലയേറിയ വാക്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപയും സാന്നിധ്യവും നിനക്ക് തന്നപ്പോ എന്തുമാത്രം എന്റെ കർത്താവ് വേദനിക്കുന്നറിയാമോ? പ്രൈസിലോട്. എന്തുകൊണ്ട് നമ്മൾ ഇപ്പോഴും ജഡികന്മാരായിരിക്കുന്നു? 3 വിധത്തിലുള്ള ആൾക്കാരാണ് ലോകത്തുള്ളത്. അമ്മ വചനപ്രകാരം നോക്കുമ്പോൾ പ്രാകൃത മനുഷ്യനുണ്ട്, ജഡിക മനുഷ്യനുണ്ട്, ആത്മീക മനുഷ്യനുണ്ട്. പ്രൈസിലോട്. പ്രാകൃത മനുഷ്യരെ വിട്ടേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ ചെയ്യുന്നവരൊക്കെ ചെയ്തിട്ട് ഔട്ട്സൈഡിൽ പോയി പ്രസംഗിക്കുകയോ കേൾക്കുന്നവരോ കാര്യം അവർക്ക് ദൈവത്തെ യാതൊരു അറിവുമില്ല. ദൈവം എന്നൊരു കാഴ്ചപ്പാട് പോലും അവർക്കില്ല. അങ്ങനെയുള്ളവരെ യാതൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. എന്നാൽ അതിനുവേണ്ടി കർത്താവ് മരിച്ചതാ. അടുത്ത ഒരു കൂട്ടമുണ്ട്, അത് നമ്മളാകട്ടോ. ഞാൻ ഉൾപ്പെടുന്ന സമൂഹമാണ് ജഡീക മനുഷ്യൻ. എന്താ ജഡീക മനുഷ്യന്റെ പ്രത്യേകത? ഒരു പനി വരുമ്പോൾ നിലവിളിക്കുക. കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം, ഞാനിപ്പോൾ എന്നെക്കാട്ടി പ്രായമുള്ളവർ എനിക്കുണ്ട്. എനിക്കറിയത്തില്ല ഇന്ന് കുഞ്ഞുങ്ങളെ എന്നാണ് പറയുന്നത്. സാധാരണ അമ്മമ്മനാണ് പറയുന്നത്. എനിക്കറിയത്തില്ല ദൈവം ആ ഒരു ചേഞ്ച് വരുത്തുന്ന കാര്യം എന്താണ്. ആമീൻ, ഹല്ലേലൂയ. ആമീൻ. പല നിലവാരത്തിലുള്ള ആൾക്കാർ സഭയ്ക്കകത്തുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ മർമ്മം മനസ്സിലായി. ഏത് മർമ്മം? ഒന്നാമത്തെ മർമ്മം ക്രൂശിക്കപ്പെട്ടതായി ക്രിസ്തു അവിടെ ഇവിടെ വരില്ല, എന്റെ ഹൃദയത്തില. പുതിയ നിയമത്തിൽ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നടന്നു വന്നപ്പോൾ ഒത്തിരി എണ്ണം നിലവിളിച്ചിട്ടുണ്ടല്ലേ? ഭർത്തിമായി നിലവിളിച്ചിട്ടുണ്ട്. പലരും ഓടി വന്നിട്ടുണ്ട് കർത്താവിനെ തൊടുവാൻ. ഇന്ന് നമുക്കെങ്കിലും പോകണ്ട, നിലവിളിക്കാൻ വേണ്ട. കാരണം എന്താണെന്നറിയാമോ? അന്ന് കർത്താവ് പുറത്തായിരുന്നു, ഇന്ന് കർത്താവ് അകത്തുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അല്പം ഒന്ന് കണ്ണടച്ചാട്ട്, ഒരു നിമിഷം കണ്ണടച്ചാട്ട്. അടുത്ത ലെവലിലേക്ക് എനിക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധം ചലിക്കത്തുള്ളൂ. ഇന്ന് രാത്രിക്കാരൻ ഞാൻ പറഞ്ഞിട്ട് ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ തയ്യാറാക്കുന്നവർ അവൻ സ്വന്തം ഹൃദയത്തിനകത്ത് വിളിച്ചു പറ, അത് ആത്മാവിൽ നിന്ന് ലയിപ്പിക്ക്. കർത്താവേ, നീ അവിടെയുമല്ല ഇവിടെയുമല്ല, എന്റെ ശരീരത്തുള്ളത് കൂടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആരെങ്കിലും പുതുതായി കേൾക്കുന്നുവെങ്കിൽ ഈ ക്രിസ്തുവിനെ ഉൾക്കൊണ്ടാൽ ആ ക്രിസ്തുവിനെ രൂപാന്തരപ്പെടുത്തുമെന്ന് ഞാൻ പറയും. എന്നാൽ നമ്മെ സംബന്ധിച്ച് അവൻ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമല്ല, അവൻ പെടുത്തിയ ദൈവമാ. അവൻ സകലവും നിവൃത്തിയാക്കിയ ദൈവമാ. ക്രൂശിന്മേൽ സകല അവൻ ആയുധങ്ങളെയും കീഴ്പ്പെടുത്തി, ദുഷ്ടന്റെ സർവായുധങ്ങളെയും കീഴ്പ്പെടുത്തി, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് സ്വർഗ്ഗത്തിലേക്ക് നോക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നിനക്ക് വേണ്ടി മധ്യസ്ഥത പറഞ്ഞ് സ്വർഗ്ഗത്തിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു ദൈവമല്ല, എന്റെയും നിന്റെയും ഉള്ളത്തിൽ നിന്നുകൊണ്ട്. മോനെ, നീ സ്കൂട്ടർ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ. ആരാധിക്കുന്ന ഒരു പ്രശ്നമില്ല. ആരാധിച്ചു, ഞാൻ ദൈവത്തെ സ്തുതിക്കണം, അത് കേട്ടിട്ടൊന്ന് ആരാധിക്കണം. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ ബാബുച്ചാനോട് യാത്ര ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ബാബുച്ച ഈ വണ്ടി ഓടിക്കുന്നത് ആരാ? ഞാനാ ബാബുച്ചാൻ. നോ, നിന്റെ ഉള്ളിൽ ഒരു ക്രിസ്തു ഉള്ളത് കൊണ്ടാണ് നീ ഓടിക്കുന്നത്. തനിയെ ഓടിച്ചു നോക്കി ഒരു ശകലം മുമ്പോട്ട് ഇറക്കാൻ പറ്റത്തില്ല. കാരണം ഹല്ലേലൂയ, എനിക്ക് നിനക്കും വിവരമില്ലെങ്കിലും പ്രൈസ് ഗോഡ്, തമ്പുരാൻ അറിയാം ഇതിന്റെ പൈതല. അവൻ ശിശുവാണ്,
എന്നാൽ ഈ ശൈശവത്തിൽ ഇരിക്കുന്നതുകൊണ്ടുള്ള വേദനയോട് കർത്താവിന് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ തക്കവണ്ണം ദൈവമക്കൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അതിശക്തമായ ദൈവകൃപ സഭകളിൽ നടക്കുവാനിടയാകും. അവിടെ ഒരു ഡിനോമിനേഷൻ ഇല്ല. ഏത് ചർച്ച് ഓഫ് ഗോഡ് ആയിക്കൊള്ളട്ടെ, ഏത് IPC ആയിക്കൊള്ളട്ടെ, ബ്രദറൻ ആയിക്കോട്ടെ, ഇനി മാർത്തമായി യാക്കോബായി ഓർത്തഡോക്സ് കത്തോലിക്കനും ആയിക്കോട്ടെ, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. പെന്തക്കോസ്തുകാർക്ക് ശിക്ഷാവിധി എന്നല്ല പറഞ്ഞു കേട്ടോ, നിങ്ങളോട് ക്ഷമിക്കണം. ഇപ്പോൾ ക്രിസ്തുവേശുവിനെ കാത്തിരിക്കുന്ന ദൈവജനത്തിന് യാതൊരു ശിക്ഷാവിധിയും അവൻ വരാൻ പോകുന്ന സ്ഥലങ്ങൾ. പിന്നെ ഇവിടെ പ്രശ്നം വരുന്നറിയാമോ? എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോ അവിടെ ഒരു വലിയ വേർതിരിവ് നടക്കും. എന്റെ പിതാവിന്റെ വാസസ്ഥലങ്ങളിൽ അനേക വാസസ്ഥലമുണ്ട്. അതിൽ ശ്രേഷ്ഠമായത് വേണോ നീചമായത് വേണോ ദൈവത്തെ സ്തുതിക്കുക. ആ വാക്ക് തന്നെ ഉദ്ദേശിക്കുന്നത്. ചിലരെ നിത്യരക്ഷയ്ക്കായി വിളിച്ചാക്കുകയാണ്. പറയുക കർത്താവേ, ഇതിനെക്കാട്ട് നല്ലത് നരകം തന്നെയാണ്. അവിടെ നല്ല പുഴു കുരുമിയുള്ളൂ. എനിക്കറിയത്തില്ല, അടുത്ത ലെവലിലോട്ട് പോകണം. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തതായി നമുക്ക് വായിക്കാം. ഗലാത്യലേഖനം 2:20 വായിച്ചാണ്. ഗലാത്യലേഖനം 2-ാമത്തെ വാക്യം എനിക്ക് എന്ന് ചെന്നെത്താൻ എനിക്ക് തോന്നുന്നില്ല. ഗലാത്യലേഖനം 2-ാമത്തെ വാക്യം. ഗലാത്യലേഖനം 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. എഫെസ്യർ 3:20 നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. അപ്പൊ എവിടെയാ കർത്താവ്? എവിടെയാ നമ്മിൽ വ്യാപരിക്കാൻ മതി. അടുത്ത 4-ാമത്തെ വാക്യം വായിച്ചാണ്. ആമേൻ. ആമേൻ. എല്ലാവരിലും ഇരിക്കുന്നവനായി. എനിക്ക് എന്റെ നിന്റെ മനസ്സ് മാത്രമൊന്നുമില്ല, ക്രിസ്തുവിനെ നോക്കി പാർക്കുന്ന സകല മനുഷ്യരിലും അവന്റെ സാന്നിധ്യമല്ല, അവൻ ഇറങ്ങി നിൽക്കുകയാണ്. പക്ഷെ എന്താണെന്നറിയാമോ? ഇത് വർക്കാകാത്തത് ഈ ബോധമില്ലാത്തതുകൊണ്ടാണ്. ഈ ബോധമില്ലാത്തതുകൊണ്ടാണ്. എന്റെ കൊച്ചുകുഞ്ഞോട് ചോദിച്ചാൽ അപ്പനെന്തോ സ്വന്തമുണ്ടോ ചോദിച്ചാൽ അവൻ എന്തോ അറിയാം. ഒരു കാറുണ്ടെന്ന് പറയും, മാക്സിമം അതും ഇല്ല, ഇത് വാടകയ്ക്കാണ്. ഫ്രൈസിനോട് ഹല്ലേലൂയ. ഒരു കാറുണ്ടെന്ന് അതിക്കൂടെന്ന് പറയാറില്ല. എന്നാൽ ഒരു 25 വയസ്സാകുമ്പോൾ അറിയാം ഈ അപ്പൻ എന്തൊക്കെ എനിക്ക് വേണ്ടി എവിടെല്ലാം മാറിച്ചിട്ടുണ്ടോന്ന്. ഫ്രൈസിനോട് അപ്പോൾ ഒരു നടപ്പുണ്ട്. എന്തുവാ? പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ഈ അപ്പനെ അറിഞ്ഞവർ ഈ അപ്പനിൽ അഹങ്കരിച്ചോണം, അപ്പനിൽ നിഗളിച്ചോളം. ക്രിസ്തുവിലല്ലാതെ, ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ നമുക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. അത് പുകഴാതിരിക്കുന്നിടത്തോളം കാലം എന്റെ പൊന്നു കുഞ്ഞിനെ ഈ പിടിശിശുവാ. നിന്റെയും എന്റെയും ഐഡന്റിറ്റി വ്യക്തമാക്കിക്കോണമെന്ന്. നീ ചന്ദ്രൻ മീൻ മേടിക്കാൻ പോയിക്കോ, നിന്റെ ഐഡന്റിറ്റി അവിടെ വ്യക്തമാകണം. പ്രൈസ് ദി ലോർഡ്. അത് നീ പറഞ്ഞല്ല നീ ഒരു വിശ്വാസിയാണെന്ന് അറിയേണ്ടതാണ്. നിന്റെ യാത്രയിൽ, വഴിയാത്രയിൽ, പോക്കിലും വരവിലും ഈ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം നിന്റെ ഉള്ളിൽ ഉണ്ടാകണമെന്ന്. സമയം 8:20 നിൽക്കത്തില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ഇവിടെ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുന്നവനായ ദൈവമാണ്. എനിക്കറിയത്തില്ല, അടുത്തൊരു 3 ദിവസത്തിൽ ഉപവാസ പ്രാർത്ഥന വെച്ചോ, ഞാൻ വരാം. പ്രൈസ് ഗോഡ്. എവിടെ ചെന്നാലും ഈ ഒരു വചനത്തിന്റെ വെളിപ്പാട്. ആമേൻ. പ്രൈസ് ഗോഡ്. എന്താ പ്രവചനം? അതിലൂടെ കയറി വേറെ വഴിക്ക് പോകും. അടുത്ത പെട്ടെന്ന് എടുത്താട്ടെ. എല്ലാവരും വ്യാപരിക്കുന്നതായ ആമേൻ ക്രിസ്തുവിന്റെ സാന്നിധ്യം. യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ വാക്യം എടുത്താണ്. യോഹന്നാൻ സുവിശേഷം 15-ാം വാക്യം. കുറിച്ചുകൊണ്ടിരിക്കുന്ന കുറിപ്പ് ഞാൻ പിന്നെ തരാൻ ചോദിച്ചാൽ വിളിച്ചു പറയുമ്പോൾ തരാം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. അപ്പൊ നമ്മൾ എവിടെ ഒരു ജോയിൻ, ഒരു കൊളാബറേഷൻ പറയാം. കൊളാബറേഷൻ രണ്ട് കമ്പനികൾ തമ്മിൽ യോജിപ്പിക്കുക. കാമിക് പ്രൈസിലോട് കാണുന്ന രാജ്യവും കാണാത്ത രാജ്യവും തമ്മിലുള്ള ഒരു കൂട്ടായ്മ. ക്രിസ്തുവിനെ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷെ അവനെ അനുഭവിച്ച ഒത്തിരി ദൈവമക്കളുണ്ട്. കാറ്റിനെ കാണാൻ പറ്റത്തില്ല, പക്ഷെ അനുഭവിക്കുന്നവർ ഒത്തിരി നേരത്തിനകത്തുണ്ട്. ദൈവത്തെ ശ്രദ്ധിക്കുക. 5 മിനിറ്റ് കാത്തു നിന്ന് പോയാൽ നിന്റെ കാറ്റ് പോയത് തന്നെ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. യാത്ര പോകുമ്പോൾ ഒരു ദിവസം നീ എഴുന്നേറ്റു പ്രാർത്ഥിക്കാൻ അവൻ വിട്ടുപോയതല്ല. അവൻ ചില സമയത്തിന്റെ അവൻ വിട്ടുപോയതാ. നോ പ്രോബ്ലം.
നോ പ്രോബ്ലം. അതിനുവേണ്ടി 5 മിനിറ്റ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കുരിശുകാരൻ വരയ്ക്കത്തുള്ളൂ. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ സ്വതന്ത്രം അവൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കേണ്ട വേണ്ടെന്ന് പ്രൈസോട് നടക്കുമ്പോൾ നിനക്ക് ദൈവത്തോട് സംസാരിക്കാം. എന്താ പ്രാർത്ഥന എന്നറിയണം. പ്രാർത്ഥന എന്താണെന്നറിയണം. നമ്മുടെ പ്രാർത്ഥന എന്താ? കർത്താവേ അങ്ങനെ ആക്കണേ, ഇങ്ങനെ ആക്കണേ, കുഞ്ഞിനെ മറ്റേതാക്കണേ, എന്നെ ആത്മാവിലൊന്ന് വർദ്ധിപ്പിക്കണമേ. നിർത്തിക്കണം കേട്ടോ. പ്രൈസ് ഗോഡ്. ദൈവം ആഗ്രഹിക്കുന്നത് നിലവാരത്തിൽ വരത്തില്ല. പ്രൈസ്. പ്രാർത്ഥന എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദം ഹവ്വ എന്ന് പറഞ്ഞ 2 വ്യക്തികളെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണിക്കുന്നുണ്ട്. എല്ലാം ഉള്ളവരായ 2 പേരാ അല്ലേ? എന്തിനാണ് പുറത്തു പോകണോ? അവർക്ക് ഒരു കാര്യത്തിനും പുറത്തോട്ട് പോകണ്ട. പിന്നെ എന്തിനാ കർത്താവ് രാവിലെ വൈകിട്ട് ഒന്ന് ഇറങ്ങി വന്നത്? കുഞ്ഞെങ്കിൽ ഒന്നിച്ചു എന്തിനാ കർത്താവ് ഇറങ്ങി വന്നത്? പ്രൈസോട്ട് ഒരു മോണോറ്റം കാണിക്കാൻ പോകില്ല, ദൈവത്തിന്റെ ആഗ്രഹം കാണിക്കാൻ പോവുക. അവൻ രാവിലെ വൈകിട്ട് മാധവന്റെ അടുത്ത് വരും. അവർ 2 പേരും കൂടി ഒരു ഫെലോഷിപ്പ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കും. പല വിഷയങ്ങൾ. അവൻ കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെ, അപ്പനോട് സംസാരിക്കുന്നത് പോലെ, നിന്റെ സഹോദരനോട് സംസാരിക്കുന്നത് പോലെ, നിന്റെ ഒരു ഹെൽപ്പറോട് സംസാരിക്കുന്നത് പോലെ, നിന്റെ എല്ലാ വിഷയങ്ങളും അവൻ നന്നായി അറിയാവുന്നതായിക്കോ. ഇന്നു മുതൽ ആരെങ്കിലും ഈ അപ്പച്ചനെ കൂട്ടുകാരനാക്കിയില്ലെങ്കിൽ ഇന്ന് രാത്രി തീരുമാനമെടുത്തോണം. ഈ അപ്പച്ചന്റെ കൂട്ടുകാരനാ, അവന്റെ സഹപാഠിയാ, അവന്റെ അപ്പനാ, അവന്റെ മൂത്ത സഹോദരനാ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഓ എനിക്കറിയത്തില്ല ഈ സഭയെ കുറിച്ച് ദൈവത്തിന് എന്തൊക്കെയോ ചില പരിപാടികളുണ്ട്. അടുത്ത ലെവലിലേക്ക് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ നടത്തുകയാ. കഴിഞ്ഞ നാളുകൾ സൃഷ്ടിച്ചിരുന്ന അനുഭവം കൊണ്ടല്ലോ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഒരു പ്രവചനമായി വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. അത് മാറ്റി ഒരു പുത്തൻ ജീവൻ പകരുന്ന ഒരു ദിവസങ്ങളാക്കി കർത്താവിനെ മാറ്റാൻ പോകുക. എനിക്കറിയാം ചില ജീവിതങ്ങളുടെ ആകെ തുടങ്ങുന്നത് എനിക്കറിയാറുണ്ട്. ഇന്ന് രാത്രി കുഞ്ഞ് നിന്നോടായി വചനം, ഇന്ന് രാത്രി കുഞ്ഞ് നിന്നോടായി വചനം. ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഈ ലോകത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും നിന്നെ തൊടത്തില്ല. ഇവിടെ വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ടു, കർത്താവ് എൻ്റെ അകത്തുമുണ്ട്. എന്നിട്ട് ചെന്നിട്ട് നമുക്ക് ഈ പാപം ചെയ്യാൻ വരുന്നത്? എന്താ ഈ പാപം വരുന്നത്? ഞാൻ പറഞ്ഞേ പ്രൈസിലോട്ട് അച്ഛാ അതങ്ങ് ഓഫ് ചെയ്തത്, ആ ഫാൻ ഓഫ് ചെയ്തത് മോനെ. അത് ഒറ്റ ഫാൻ മറ്റു കാര്യം വേണ്ട, മനസ്സിലാക്കാൻ മതി. ഓഫ് ചെയ്തത്. ഇത് ഓഫ് ചെയ്തതിന് ശേഷം ആരെങ്കിലും ഈ ഫാനിനെ ശ്രദ്ധിക്കാറുണ്ടോ? മനസ്സിലായില്ല. ഉണ്ടോ? കാരണം നമുക്ക് ബോധമുണ്ട് അകത്ത്. ബുദ്ധിയില്ലാത്തവനെ പോയി അതിനെ പിടിച്ചു നിർത്താൻ നോക്കും. ഇതിന് 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ആയപ്പോൾ ഇത് പോകത്തില്ല, ഉറപ്പാണ്. കാരണം ഇത് പിടിച്ച് കറക്കുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു, ഇലക്ട്രിക് പവർ ഉണ്ടായിരുന്നു. ആ പവർ ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി കറങ്ങിയ എൻ്റെ പൊന്നു മോനെ 5 മിനിറ്റ് നീ കറങ്ങി 10 മിനിറ്റ് കൂടി അതിൽ കൂടുതൽ കറങ്ങാനുള്ള പ്രൊവിഷൻ ഇല്ല. മനസ്സിലാകുന്നവർ ദൈവത്തെ ഈ പാപത്തിന്റെ അടിവേരെ നോക്കി പിഴുന്ന ഈ ഇലക്ട്രിക് കറണ്ട് വരുന്ന സോഴ്സ് അടച്ചു കളഞ്ഞ ഇനി അവരവിടെ നിന്ന് കറുത്തിട്ട് ഞാൻ പാപിയാണ്, ദോഷിയാണ് പറയുന്നത്. കർത്താവ് എന്റെ പൊന്നുമോനെ നിന്റെ ഹൃദയത്തിനകത്ത് നീ പറ, ഞാൻ വിശുദ്ധനാണെന്ന് പറ. ഞാൻ ഒരു 10 പൈസയുടെ ചെലവില്ലല്ലോ, ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്ക. ഞാൻ വിശുദ്ധനാ, ഞാൻ ക്രിസ്തുവിൽ വിശുദ്ധനാകുക. ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. നിന്റെ പ്രവർത്തി കൊണ്ടല്ല, നിന്റെ പ്രാർത്ഥന കൊണ്ടല്ല, നിന്റെ കണ്ണുനീര് കൊണ്ടല്ല നീ നീതീകരിക്കപ്പെടുന്നത്. പ്രത്യുക എന്റെ ക്രിസ്തു നിന്റെ ഉള്ളിൽ ജീവിക്കുന്നത് കൊണ്ട് നീ നീതീകരിക്കപ്പെടുകയാ. വിശ്വാസമാകുന്ന പരിച നിന്നിലുള്ളത് കൊണ്ട് നീ നീതീകരിക്കപ്പെടുകയാ. ക്രിസ്തുവാകുന്നവനെ തന്റെ വിശ്വാസ സ്ഥാനത്താൽ ധരിച്ചത് കൊണ്ട് നീ നീതിമാനായി തീർന്നിരിക്കുകയാ. എടാ, കർത്താവിൽ ഞാനും നീതിമാനും വിശ്വസ്തനും അവൻ വിശുദ്ധിയുള്ളവനാന്ന് പറയുമ്പോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നീ പാപിയാണെന്നും നീ പുഴുവാണെന്നും കൃമിയാണെന്നും പറയരുതെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നിന്റെ അപ്പൻ അതിനെക്കാട്ട് വലിയ കൃമിയാണ്. മനസ്സിലായില്ല? പ്രൈസ് ഗോഡ്. നീ പുഴുവാണെങ്കിൽ അപ്പൻ കുണ്ടളപ്പുഴുവാണെന്ന്. ഇനി മേലെ കർത്താവിനെ കുണ്ടളപ്പുഴു ആരും വിളിച്ചേക്കരുത്. കർത്താവിനെ അശുദ്ധനെന്ന് ആരും പറയരുത്. കാരണം വിശുദ്ധി ഉള്ളത് കൊണ്ടാണ് തമ്പുരാൻ നിന്നെ എന്നെ തെരഞ്ഞെടുത്ത് ഇതിനകത്ത് വാസം ചെയ്യുന്നെന്ന്. പ്രൈസ് ഗോഡ്. നിന്റെ ശക്തി പ്രൈസ് ഗോഡ് ദൈവത്തിന്റെ തികഞ്ഞു വരുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവൻ ശക്തമാനാകൊണ്ട് ആ ശക്തിയും ബുദ്ധിയും കഴിവും നിന്റെ ഉള്ളിലേക്ക് ദൈവം നിറച്ചു തന്നിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇനിയും അവനും നീയും രണ്ടല്ല ഒന്നായി തീർന്നിരിക്കുകയാ. ഈ ധൈര്യമുണ്ടോ? അവിടെ ഭയമില്ല കേട്ടോ. ഈ ധൈര്യമുണ്ടോ? ഇത് ആത്മാവിൽ ചാലിച്ചിട്ടുണ്ടോ? പിന്നെ അവിടെ കഷ്ടമില്ല കേട്ടോ. അപ്പൊ പറയും പൗലോസ് അപ്പോസ്തലന്റെ കഷ്ടത, അവന്റെ ശൂലമൊക്കെ എന്തായിരുന്നു? എവിടെങ്കിലും പറയുമ്പോ
പൗലോസ് അപ്പോസ്തലൻ ശൂരൻ രോഗമായിരുന്നുവെന്ന്? നോ, ക്രിസ്തു മൂലമുള്ള കഷ്ടതയാണ് അവൻ അനുഭവിച്ചത്. പ്രൈസ് ഗോഡ്. എന്തിനു വേണ്ടി അവൻ കഷ്ടത ചുമന്നറിയാമോ? ഈ ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുവാൻ മാത്രമല്ല, സഭയെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, തന്റെ ദൈവസഭ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, വികസിക്കുവാൻ. അന്ന് ക്രിസ്തു യേശുവാണ് ദൈവമെന്ന് പറഞ്ഞാൽ തലവെട്ടുന്ന കാലത്തിൽ അവൻ എത്ര അടികൊണ്ടു, എത്ര കപ്പൽ ശാഖത്തിൽ അകപ്പെട്ടു, കോലിനാൽ എത്ര വട്ടം അടികൊണ്ടു. ഇതാണ് നമ്മുടെ കഷ്ടം. ഇന്ന് നമുക്ക് ആ കഷ്ടമില്ലാത്തതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി മേലെ ദൈവം നമുക്ക് കഷ്ടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? കഷ്ടമുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ അകത്ത് ദൈവം ഇല്ലാഞ്ഞിട്ടല്ല, ഈ ബോധം നിന്റെ അകത്ത് വരാഞ്ഞിട്ടാ. ഈ ബോധം വന്നാൽ പോരാ, അത് രക്തത്തിൽ ലയിപ്പിക്കാഞ്ഞിട്ടാ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ പറഞ്ഞാട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ നിത്യത്തിൽ എത്തിക്കാനാ. ഇതൊരു പാക്കേജ്. പാക്കേജ് പറഞ്ഞാൽ അറിയാം, ഒന്ന് മേടിക്കുമ്പോൾ രണ്ടെണ്ണം ഫ്രീ കിട്ടുന്നത്. മനസ്സിലായില്ല? ടി വി മേടിക്കുമ്പോൾ ഫ്രിഡ്ജ് മറ്റേ രണ്ടെണ്ണം ഫ്രീ കിട്ടുന്നത് പോലെ ഇതൊരു പാക്കേജ് ആയിരുന്നു. ഇതിനകത്ത് പൂർണ്ണമായ രോഗസൗഖ്യം ഉണ്ടായിരുന്നു, പൂർണ്ണമായ കഷ്ടപ്പാടുകളെ മാറ്റുന്നൊന്നുണ്ടായിരുന്നു, പൂർണ്ണമായും മരണം മാറുമോ? 2500 2011 വർഷം നമ്മൾ കാണില്ല. എല്ലാം പറഞ്ഞതെല്ലാം മരിച്ചു പോയില്ലേ? അല്ലേ? അതിലോട്ട് കയറി ഇന്ന് സമയം പോകും. ഒന്ന് മാത്രം ഞാൻ പറയാം, മരണവും മാറിപ്പോയി. എനിക്കും നിനക്കും മരണമില്ലെന്ന് വിശ്വസിക്കാവുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചോട്ടെ. അല്ലാത്തവരുണ്ടായിരുന്നു? എനിക്കും നിനക്കും മരണമില്ല എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ വിശ്വാസം പറയണ്ട. ഹൃദയത്തിനകത്ത് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ ഇന്ന് കഴിയുന്ന വിഷയത്തോടെ നിന്നാൽ ഞാൻ റെഫറൻസ് നോക്കി പഠിച്ച് ചോദ്യം പറഞ്ഞാൽ മതി. പ്രൈസ് ഗോഡ്. അവൻ സമ്മതിക്കാൻ വളരെ പ്രയാസമാണ്. പ്രൈസ് ഗോഡ്. അവൻ രോഗം മാറും, ശരിയാ, രോഗം മാറും, മരണം അതില്ല. ഇത് പറഞ്ഞ പൗലോസ് മരിച്ചു, ഇത് പറഞ്ഞ ഞാൻ മരിച്ചു, അബ്രഹാം മരിച്ചു, മോശ മരിച്ചു, ഇവരാരും മരിച്ചിട്ടില്ലല്ലേ? ഒരു വാക്കിന് സമയമുണ്ട്, 2 മിനിറ്റ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എഴുത്താട്ടെ, ബാക്കി എപ്പോഴും സമയം കിട്ടുന്ന ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഹബക്കൂക്ക് 1-ാമത്തെ അതിന്റെ 10-ാമത്തെ വാക്യം എഴുതാട്ടെ. ഹബക്കൂക്ക് 1-ാമത്തെ 10-ാമത്തെ വാക്യം. പെട്ടെന്ന് എടുക്കാം. ഹബക്കൂക്ക് പ്രവചനം 1-ാമത്തെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവർ പൂർണ്ണ ശക്തന്മാരും അവണ്ണം തന്നെ അനേകരും ആയിരുന്നാലും അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടുകയും അവർ കഴിഞ്ഞു പോവുകയും ചെയ്യും. ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല. ഇപ്പോഴോ ഞാൻ അവന്റെ മുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും. എന്നാൽ യഹോവ നിന്നെ കുറിച്ച് 1-10 വായിക്കുന്നത്. ഞങ്ങൾ മരിക്കുകയില്ല. എന്തുകൊണ്ടെന്നറിയാമോ? നീ അവനെ ന്യായവിധിക്കായി നിയമിച്ച പുത്രനായ ക്രിസ്തുവിനെ, പാപമില്ലാത്തവനെ, രോഗമില്ലാത്തവനെ, അവനെ തടയ്ക്കുവാൻ നീ ഉത്തരവിട്ടുകൊണ്ട് എന്നെ നിന്റെ മരണം മാറിപ്പോയത്. സ്വതന്ത്രം പറയാൻ പറ്റും, മാത്രം പറഞ്ഞതിന്റെ പറയട്ടെ. പ്രീസിലോട് 2 തിമോഥെയോസ് 1-ാമത്തെ 9-10 വാക്യം വായിച്ചാൽ. 2 തിമോഥെയോസ് 1-ാമത്തെ 9-10 വാക്യം. 2 തിമോഥെയോസ് 1-ാമത്തെ 9, 10, 11 വാക്യങ്ങൾ. ഇപ്പോൾ മരണം നീക്കുകയും മതി. 1 കൊരിന്ത്യർ 15:51 നിർത്തുക. പറഞ്ഞോട്ടെ, 1 കൊരിന്ത്യർ 15:51. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയും അല്ലെങ്കിൽ നമ്മളിൽ ചിലർ നിദ്ര കൊള്ളുക എന്നല്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മളിൽ ചിലർ മാത്രം നിദ്ര കൊള്ളത്തില്ല. കർത്താവ് വരുമ്പം മാമി ജീവനോടിരിക്കുന്നവർ മാത്രം കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെട്ടു. അത് ജഡത്തിനെ ആകപ്പാടെ കൺഫ്യൂഷനായി. എനിക്ക് കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. എനിക്ക് സമയത്തിന്റെ പരിധി മാത്രമേ ഉള്ളൂ. ഇതിനൊന്നും തിരിച്ചു ഇറങ്ങാൻ ഞാൻ ഇവിടെ നിന്ന് ക്ലിയർ ആക്കിയിട്ട് പോവാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വായിച്ചേട്ടെ, അതൊന്നും വായിച്ചേട്ടെ. നാം എല്ലാവരും നിദ്ര പ്രാപിക്കത്തില്ല കർത്താവിന് വരുമ്പോ എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇത് അന്ന് പറഞ്ഞതാ, പൊട്ടത്തരം വിളിച്ച് പറഞ്ഞതല്ല. ഹല്ലേലൂയ. മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ മരിക്കത്തില്ല. അപ്പൊ പഴയ നിയമാക്കാർ മരിച്ചതോ? ക്രിസ്തു, ആ വാക്യത്തോടെ കടക്കത്തില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോട്ടെ. ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു. എങ്ങോട്ടാ പോയേ? ഹല്ലേലൂയ.
പഴയ വിശുദ്ധന്മാരുടെ അടുത്തോട്ടാണ് പോയത്. ഹല്ലേലൂയ. അവന്മാരെ അടുത്ത് പൊക്കി എടുത്തിട്ട് പല സ്ഥലങ്ങളിലും മനുഷ്യന്റെ പ്രത്യക്ഷത കാണിക്കാൻ. ആണോ ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? അല്ലെങ്കിൽ ഞാൻ നാളെ എപ്പോഴെങ്കിലും സമയമുള്ളവരോട് റെഫറൻസ് തരാം. പ്രൈസിനോട് എനിക്കറിയില്ല, ഞാൻ അടയ്ക്കുക, എന്നെ കൊണ്ട് പറ്റുന്നില്ല, നിങ്ങൾ ദൈവത്തെ കൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. വളരെ സിമ്പിളാണ് ക്രിസ്ത്യൻ ലൈഫ്. സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ നിർത്തി. ആർക്കെങ്കിലും ബൈബിൾ ക്ലാസ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നു, ഞാൻ എന്നെ വിളിക്കുക ചെയ്താൽ എനിക്ക് സമയമുള്ളതനുസരിച്ച് ഞാൻ വന്നോളാം. നിങ്ങളെന്നെ അറേഞ്ച് ചെയ്താൽ മതി. ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ആമീൻ. പ്രൈസോട് ഒരു 10 പൈസ ചിലവില്ല, അത് ആദ്യമേ പറഞ്ഞേക്കാം. ദൈവത്തിന് പോക്കറ്റ് നിറച്ച് പൈസ വന്നിട്ടുണ്ട്. ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക. ആരും ഒരു 10 പൈസ തരണ്ട. ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും അറിയണമെങ്കിൽ എപ്പോഴും വിളിച്ചാൽ ഞാൻ വന്നോളാം. ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വന്നു പറഞ്ഞത് എന്താ പറഞ്ഞിപ്പോ ക്രിസ്ത്യൻ ലൈഫ് ഇസ് വെരി 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 സിമ്പിൾ. പ്രൈസ് ലോർഡ്. എത്ര സുഖമാണ് ദൈവം ജീവിക്കാൻ. ഹല്ലേലൂയ. എനിക്ക് 2 കെട്ടും ദൈവം തന്നിട്ടല്ല, കാലം വണ്ടി തന്നിട്ടല്ല, എന്നെ 12 രാജ്യങ്ങൾ അയച്ചിട്ടില്ല. ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെടുന്ന ബോധം എൻ്റെ അകത്ത് കർത്താവ് തന്നതാണ്. ഈ ബോധമില്ലെങ്കിൽ എൻ്റെ പൊന്നമ്മച്ചി നീ നടുവേദന കണ്ടിരിക്കും, നീ പനി പിടിച്ചിരിക്കും, നീ രോഗം പിടിച്ചിരിക്കും. ദൈവത്തെ ശ്രദ്ധിക്കുന്നു. എന്തുകൊണ്ട് രോഗം വരുന്നു എന്ന് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം, സമയമുണ്ടെങ്കിൽ. എനിക്കറിയത്തില്ലോ, നിർത്തുക. ഒറ്റ കാര്യം മാത്രം പറയാം. ഈ ബോധം തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ ഞാൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് അറിയാമെങ്കിൽ ക്രിസ്തുവിനിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ, ജ്ഞാനപ്പെട്ടവർ വസിക്കണമെന്നില്ല കേട്ടോ, വസിക്കണം തിരിച്ചറിയണമെന്നില്ല. അപ്പച്ചനകത്തുണ്ട്. ഇത് മരണം മനസ്സിലാകാത്തവർക്ക് എന്താണെന്നറിയാമോ? ശിശുവായിട്ടാണ് നിന്റെ ആ ജഡീയ സ്വഭാവം, നമുക്ക് പറഞ്ഞ ജഡീയ മനുഷ്യന്റെ അനുഭവം. കാരണം അവന് വചനം വായിച്ച തലയിലോട്ട് കയറത്തില്ല. ഇപ്പോഴും പാല് തന്നെ മാത്രം കുടിച്ചിട്ട് അവന് മനസ്സിലാകത്തുള്ളൂ ജഡം. പ്രൈസിനോട് അവൻ ജഡീയ മനുഷ്യനെ ആത്മാവിക മനുഷ്യനാക്കി മാറ്റുന്ന ഒരു ശുശ്രൂഷ ഇന്ന് രാത്രിക്കാലം നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ സാമൻ ആർക്കെങ്കിലും തയ്യാറുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ കടന്നു വരാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ